വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നുണ്ടെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മീഡിയ വണ്ണിനോട്. എന്നാൽ കേരള തൊഗാഡിയ പരാമർശം എല്ലാ കാലത്തേക്കും ഉള്ളതല്ല. ഒരു പടവിൽ നിന്ന് എപ്പോഴും കുളിക്കാറാകില്ല. വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകരെ തീവ്രവാദി എന്ന് വിളിച്ചത് തെറ്റാണെന്നും എം.വി. ഗോവിന്ദൻ മീഡിയ വൺ നയതന്ത്രത്തിൽ പറഞ്ഞു. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഉയർത്തിയ വിമർശനമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു പദപ്രയോഗമോ അതെല്ലാ കാലത്തേക്കും ബാധകമായ ഒന്നായിരിക്കുമെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെയും പ്രപഞ്ചത്തെയും പ്രകൃതിയെയും മനസ്സിലാക്കാതെ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രകൃതി നിയമത്തെ ഉൾക്കൊള്ളാതെ പണ്ട് എപ്പോൾ പറഞ്ഞത് അതേപോലെ തന്നെ തുടരുകയാണ് എന്ന് പറയുന്നത് ധാരണ തന്നെയാണ് തിരിച്ചു. ഞങ്ങൾ കൃത്യമായ കാര്യം അന്ന് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തി അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയുകയാണ് ചെയ്യുക. അത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ കുഴപ്പമുള്ളത്? നിലപാട് ഞങ്ങൾ ഓരോ സന്ദർഭത്തിലും കൃത്യതയോടുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. വർഗീയ നിലപാട്, വർഗീയ സമീപനം, വർഗീയ പദപ്രയോഗം ഉപയോഗിക്കുന്നത് തെറ്റാണ്. ആ തെറ്റായ പ്രയോഗത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു പത്രപ്രവർത്തകനെ വർഗീയവാദി എന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. തെറ്റായ നിലപാടാണത്. വർഗീയമായ നിലപാടുകളോ വർഗീയമായ സമീപനങ്ങളോ വർഗീയമായ പദപ്രയോഗങ്ങളോ യഥാർത്ഥത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിന്റെ പങ്കിനെക്കുറിച്ച് വ്യക്തത വരാതെ പാർട്ടി നടപടിയെടുക്കില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മീഡിയ വണ്ണിനോട്. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടോ, ജാഗ്രത കുറവുണ്ടായതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരട്ടെ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നടപടിയെടുക്കില്ല. സ്വർണം കക്കുന്നവരല്ല സിപിഎം. സ്വർണ്ണക്കൊള്ള കേസിലെ സിപിഎം നിലപാട് ജനങ്ങളെ ബോധിപ്പിക്കുമെന്നും എം.വി. ഗോവിന്ദൻ മീഡിയ വൺ നയതന്ത്രത്തിൽ പറഞ്ഞു. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായ നിലപാട്, അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കണ്ടതിന് ശേഷം വെറുതെ ആകാശത്തിൽ നിങ്ങൾ ആരെങ്കിലും പറയുന്നത് നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. കൃത്യമായ നിലപാട് സ്വീകരിച്ച് ആവശ്യമായ നടപടി സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. പക്ഷേ അതെന്താണ് എന്ന കാര്യം, രണ്ട് കാര്യം ഉണ്ടെന്നില്ല. ഒന്ന്, ഈ സ്വർണ്ണക്കൊള്ളക്ക് കൂട്ടുനിന്നോ അല്ല സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ അത്ര ഗൗരവത്തോടുകൂടി കാണാതെ ഈ കാര്യങ്ങളെല്ലാം ലാഘവത്തോടുകൂടി കണ്ടിട്ടുണ്ടോ? ഈ രണ്ട് പ്രശ്നം അതിലുള്ളത്. ഇതിലേതാണ് എന്ന് കൃത്യമായ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വന്നിട്ടില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആ നിലപാട് ഞങ്ങൾ കൃത്യമായിട്ട് സ്വീകരിക്കും. സംഘടനാപരമായ നിലപാട് സ്വീകരിക്കും. അതുകൊണ്ടാണ് വ്യക്തത വരട്ടെ, അതിനുശേഷം നടപടി സ്വീകരിക്കും. നിങ്ങളെല്ലാം നടത്തിയുള്ള വലിയ പ്രചരണത്തിൻ്റെ ഭാഗമായ പ്രശ്നമല്ലാതെ CPIM-ന് ഈ കാര്യത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ല. കൃത്യമായ മറുപടിയുണ്ട്. എന്നിട്ട് CPIM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെൻറ്റിനെയും പ്രതികൂട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിലൊന്നും മറച്ചു വെക്കാനില്ല. കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സ്വർണം കക്കുന്നവരൊന്നുമല്ല CPIM. നിഷാദ് റാവുത്തർ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. നിഷാദ്, വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നുണ്ട് എന്ന് പാർട്ടി സെക്രട്ടറി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ശക്തമായ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല, തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ് ഈ മൃദു സമീപനം? മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും അമൃത ഇന്നത്തെ അഭിമുഖത്തിൽ നമ്മളോട് എം.വി. ഗോവിന്ദൻ പറയുന്നത്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നുണ്ട് എന്ന് സമ്മതിക്കാൻ അദ്ദേഹം സന്നദ്ധനായി എന്നുള്ളത് ഒരു പുതിയ ഡെവലപ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നുകയാണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ വർഗീയത ആര് പറഞ്ഞാലും അത് ശരിയല്ല, വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുള്ള കാര്യങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെയുള്ള കുറച്ചൊരു പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞു പോയെങ്കിൽ ഇന്ന് വെള്ളാപ്പള്ളി വർഗീയത പറയുന്നുണ്ട് എന്ന് പറയുകയാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി. അങ്ങനെ വർഗീയത പറയുന്ന ഒരാളെ നിങ്ങൾക്ക് ചേർത്ത് നിർത്താമോ, കാറിൽ കയറ്റാമോ, നവോത്ഥാന സമിതിയുടെ തലപ്പത്തിരുത്താമോ എന്ന ചോദ്യം ചോദിച്ചെങ്കിലും അദ്ദേഹം അതിൽ നിന്ന് വഴുക്കിക്കളയുകയാണ് ചെയ്തത്. എന്ന് മാത്രവുമല്ല, 10 വർഷം മുൻപ് കേരള തൊഗാഡിയ എന്ന് വെള്ളാപ്പള്ളി നടേശനെ വിളിച്ച വാക്ക് ഇപ്പോൾ ആവർത്തിക്കാൻ കഴിയാത്തത് എന്തേ എന്ന ചോദ്യത്തിന് അന്നത്തെ സന്ദർഭത്തിൽ അന്ന് വിളിക്കേണ്ടി വന്നു, ആ സന്ദർഭം ഇന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനോ ഡൈല്യൂട്ട് ചെയ്യാനോ ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നതുകൂടി കാണേണ്ട കാര്യമാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിൽ വർഗീയതയുണ്ട് എന്ന് പറയാതെ CPIM-ന് നിവൃത്തിയില്ല. കാരണം അത് വർഗീയതയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും അറിയാം. കേരളം അത് മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളി വർഗീയത പറയുന്നില്ല എന്ന് പറഞ്ഞു പോകാനാവില്ല. പറയുന്നുണ്ട് സമ്മതിക്കുന്നെങ്കിൽ കൂടി വെള്ളാപ്പള്ളിയെ പൂർണ്ണതോതിൽ തള്ളിക്കളയാനോ വർഗീയത പറയുന്ന ഒരാളെ ഞങ്ങൾ അകറ്റി നിർത്തുമെന്ന് പ്രഖ്യാപിക്കാനോ അദ്ദേഹം തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വെള്ളാപ്പള്ളിയെ കൊണ്ട് അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്കെതിരായിട്ടുള്ള വിമർശനങ്ങളെ ഒരു പരിധി കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അനാവശ്യമായി വെള്ളാപ്പള്ളിക്കെതിരെ എന്തോ പറയാൻ എന്നെ നിർബന്ധിക്കുന്നു നിങ്ങൾ എന്ന മട്ടിലാണ് അദ്ദേഹം പ്രതികരിച്ച് കണ്ടത്. സോ അതുകൊണ്ട് അതിനകത്തുള്ള ഒരു കാര്യം, വെള്ളാപ്പള്ളി വർഗീയത പറയുന്നുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. രണ്ട്, വെള്ളാപ്പള്ളി കേരളത്തിൽ വർഗീയത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിന് പ്രധാന ഉപാധിയായി സ്വീകരിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് മലപ്പുറത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് സ്കൂളും കോളേജും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ ഈ പ്രശ്നം കഴിഞ്ഞ 10 വർഷമായി CPIM-ന്റെ സർക്കാർ പരിഹരിച്ചു കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പുതുതായി ഞങ്ങളൊരു സ്കൂളും കോളേജും എവിടെയും അനുവദിക്കുന്നില്ല, മലപ്പുറത്തടക്കം എവിടെയും
പുതിയ സ്ഥാപനങ്ങൾ അനുവദിക്കേണ്ട ഒരു സാഹചര്യവുമില്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ട്. അതുകൊണ്ട് വെള്ളാപ്പള്ളി പറയുന്ന ഉന്നയിക്കുന്ന ആവശ്യമുണ്ടല്ലോ, ഞങ്ങൾക്ക് റെപ്രസെന്റേഷൻ ഇല്ല, ഞങ്ങൾക്ക് സ്കൂളില്ല, ഞങ്ങൾക്ക് കോളേജില്ല എന്നതിനെ അങ്ങനെ കൊടുക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരർത്ഥത്തിൽ ഈ എം വി ഗോവിന്ദൻ തള്ളിക്കളയുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റായി അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നം വ്യാജമാണെന്ന് സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല എന്നത് കാണേണ്ട കാര്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ടതാണ്. പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്ന ചോദ്യത്തിന് പത്മകുമാർ ചെയ്ത കുറ്റം എന്താണെന്ന് വ്യക്തമാകണമെന്ന് അദ്ദേഹം പറയുകയാണ്. കഴിഞ്ഞ ദിവസം എം സ്വരാജ് പറഞ്ഞതുപോലെ ചെയ്ത കുറ്റം അദ്ദേഹത്തിന്റെ കുറ്റകൃത്യത്തിലെ പങ്കാളിത്തമാണോ, ജാഗ്രത കുറവാണോ, സൂക്ഷ്മത കുറവാണോ, ഇവ എന്താണെന്ന് വ്യക്തമാകാതെ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും നിങ്ങൾ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ നിലപാടിലാണ് നിന്നിട്ടുള്ളത്, നടപടി എടുത്തിട്ടില്ല, ഞങ്ങൾക്ക് ബോധ്യപ്പെടാതെ നടപടി സ്വീകരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടി എടുക്കണമെങ്കിൽ അദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്ന് വ്യക്തത വരണം എന്ന് പറയുകയാണ്. അദ്ദേഹം പോറ്റിയെ ജയിലിൽ അടച്ചത് ഞങ്ങളുടെ മികവാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ ജയിലിൽ പോയ പത്മകുമാറിന്റെ കാര്യത്തിൽ ഒരു വിരുദ്ധ സമീപനം CPM-ന്റെ നേതൃത്വം എടുക്കുന്നതായി നമുക്ക് ഈ അഭിമുഖത്തിൽ കാണാനും കഴിയും. മൂന്നാമത്തെ കാര്യം 2 ടേം ഇളവ് എന്ന് പറയുന്ന സംഗതി. 2 ടേം മത്സരിച്ച ആളുകൾ മാറി നിൽക്കണമെന്ന തീരുമാനമെടുത്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു തീരുമാനം മാത്രമായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന വഴി ഇത്തവണ കൂടുതൽ നേതാക്കൾക്ക് 2 ടേമിന്റെ കാര്യത്തിൽ ഇളവ് നൽകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. പിണറായി വിജയൻ മാത്രമായിരിക്കില്ല, കൂടുതൽ ജനകീയരായിട്ടുള്ള മുതിർന്ന നേതാക്കൾ 2 ടേമിൽ നിന്നുള്ള ഇളവ് നേടി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരും എന്ന കാര്യത്തിൽ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയും വിധത്തിലുള്ള സൂചന അദ്ദേഹം നൽകുന്നുണ്ട് എന്നത് കാണാവുന്ന കാര്യവുമാണ്. അമൃത.